എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട 5 മോശം ശീലങ്ങളെക്കുറിച്ചാണ്. ഈ ശീലങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെയും തൊഴിൽപരമായ ജീവിതത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ഈ ശീലങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ ഒഴിവാക്കാമെന്നും ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. 1. നിരന്തരം പരാതി പറയുക എന്ന ശീലം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും നിരന്തരം പരാതി പറയുന്ന ഒരു ശീലമുണ്ടോ? എനിക്ക് സമയം കിട്ടുന്നില്ല, എൻ്റെ ജോലി വളരെ ബുദ്ധിമുട്ടാണ്, എൻ്റെ ബോസ് എന്നെ മനസ്സിലാക്കുന്നില്ല. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ തെറ്റായ ഒരു ഇമോഷൻ വളർത്തിയെടുക്കും. ഇത്തരം സ്വഭാവം മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൂടെയുള്ളവർക്ക് എപ്പോഴും നെഗറ്റീവായ ആളുകളുമായി ഇടപഴകാൻ താല്പര്യമുണ്ടാകില്ല. പകരം നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക. നിരന്തരം പരാതി പറയുന്ന ഒരാളെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങളൊരു നെഗറ്റീവ് എനർജിയുള്ള വ്യക്തിയായി കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റുള്ളവരുടെ എനർജി കെടുത്തുകയും അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യും. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ചിന്തകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പരാതികൾ പറഞ്ഞ് നിങ്ങൾ സ്വന്തം ഊർജ്ജം നശിപ്പിക്കുക മാത്രമല്ല, ചുറ്റുമുള്ളവരുടെ ഊർജ്ജം കൂടി ഇല്ലാതാക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന ഒരു ശീലമുണ്ടോ? ഇത് അവൻ്റെ തെറ്റാണ്, അവൾ കാരണമാണ് ഇത് സംഭവിച്ചത്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തെറ്റുകൾ തിരുത്താനും അംഗീകരിക്കാനും സാധിക്കില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുന്നതിന് പകരം നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുക. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരുടെ ബഹുമാനം നേടാൻ വഴിയൊരുക്കുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പക്വതയില്ലായ്മയും ആത്മവിശ്വാസമില്ലായ്മയുമാണ് കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തെറ്റുകൾ ഏറ്റെടുക്കില്ല എന്ന് അവർക്കറിയാം. ഇത് നിങ്ങളുടെ നേതൃത്വപരമായ കഴിവുകളെയും മറ്റുള്ളവരുടെ ബഹുമാനത്തെയും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒരു തെറ്റ് സംഭവിച്ചാൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും നിങ്ങൾ പക്വതയുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. ഒരു തെറ്റ് ഒരു പാഠമായി കാണുക. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അടുത്ത തവണ ഇത് ഒഴിവാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സ്വയം ചോദിക്കുക. മൂന്നാമത്തെ കാര്യം ഭാവനകളാൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിലോ വിഷാദത്തിലോ ആയിരിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഇത് നിങ്ങളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങളിൽ കലാശിക്കും. ദേഷ്യത്തിലോ നിരാശയിലോ ആയിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാതെ പറയുന്ന വാക്കുകളോ ചെയ്യുന്ന പ്രവൃത്തികളോ പിന്നീട് വളരെയധികം ദുഃഖം നൽകും. അത്തരക്കാർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. ഇത് നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിൽ വിശ്വാസമില്ലായ്മ ഉണ്ടാക്കും. നാലാമത്തെ കാര്യം സമയമില്ലായ്മ എന്ന് പരാതി പറയുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് തിരക്കാണ് എന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. സമയം എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തെ ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സമയം ശരിയായി ഉപയോഗിക്കുന്നതിന് നിങ്ങളൊരു ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുക. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കും. എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻഗണനകൾ തെറ്റാണെന്നും സൂചിപ്പിക്കും. ഈ വാക്കുപയോഗിച്ച് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം. സമയം എല്ലാ ആളുകൾക്കും ഒരുപോലെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഒരാൾ എങ്ങനെ സമയം കൈകാര്യം ചെയ്യുന്നു എന്നത് അയാളുടെ വിജയത്തെ നിർണ്ണയിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം അഹങ്കാരമാണ്. അഹങ്കാരം നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും. നിങ്ങൾ അഹങ്കാരിയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയില്ല. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെയും ബഹുമാനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അഹങ്കാരം ഒഴിവാക്കുക. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. ഇത് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മികച്ചവനാണെന്ന് സ്വയം വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ സാധ്യതയുണ്ട്. അഹങ്കാരം ആളുകളെ നിങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അറിവുള്ള ഒരു വ്യക്തി എപ്പോഴും വിനയാന്വിതനായിരിക്കും. എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്നത് കൂടുതൽ പഠിക്കാനുള്ള നിങ്ങളുടെ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ 5 ശീലങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിയും. അതോടൊപ്പം തന്നെ ബഹുമാനം വർദ്ധിപ്പിക്കാനും വഴിയൊരുക്കും.